3 മാസം കൊണ്ട് പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞ് അടച്ചിട്ട വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും യാത്രാദുരിതവും രൂക്ഷമായിട്ടും നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. 6 പാതയിലെ അടിപ്പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ വർഷം ജനുവരി 30-നാണ് പ്രധാനപ്പെട്ട ഈ ജംഗ്ഷൻ ദേശീയപാത വിഭാഗം അടച്ചിട്ടത്. കാലവർഷത്തോടൊപ്പം വിദ്യാലയങ്ങൾ കൂടി തുറക്കുന്നതോടെ ഇവിടെ ദുരിതം 10 മടങ്ങ് രൂക്ഷമാകും. ജൂൺ ആദ്യവാരം മുതൽ ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോഴിക്കോട് വിഷൻ ബിഗ് സ്റ്റോറിയിലേക്ക്. കോഴിക്കോട് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കിൻ്റെ ഒരു നേർചിത്രമാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നത്. സംശയിക്കേണ്ട, ഇത് കോഴിക്കോട് ബാലുശ്ശേരി പാതയിലെ വേങ്ങേരി ജംഗ്ഷനാണ്. ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരും കരാറുകാരും അലംഭാവം കാണിക്കുന്നെന്ന് പറയുമ്പോൾ 1.5 വർഷമായി ഇവിടെ അനുഭവിക്കുന്ന യാത്രാ ദുരിതവും സാമൂഹ്യ ദുരന്തവും ഉണ്ട്. അതിന് വഴിവെച്ചത് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ്. ഇഴഞ്ഞു നീങ്ങുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി. അതിൻ്റെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ജനുവരി 30-നാണ് ബൈപ്പാസ് 6 നിർമ്മാണവുമായി ബന്ധപ്പെട്ട വേങ്ങേരി ജംഗ്ഷനിൽ നഗരത്തിലേക്കുള്ള ഈ റോഡ് പൂർണ്ണമായും അടച്ചത്. 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞ പരിപാടി 3 വേനലും 3 മഴക്കാലവും കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷൻ അടിപ്പാത നിർമ്മാണത്തിനായി കെട്ടി അടച്ചപ്പോൾ ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും നിത്യസംഭവമായി. എന്നാൽ 3 മാസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞ നിർമ്മാണ പ്രവൃത്തികൾ കാലാവധി പലതവണ മാറ്റി മാസം 16 പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങി തന്നെ. ബാലുശ്ശേരി ഭാഗത്തു നിന്നടക്കം നഗരത്തിലേക്കുള്ള ഈ പ്രധാന റോഡ് അടച്ചുപൂട്ടിയതോടെ ചെറിയ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വൻ ഗതാഗതക്കുരുക്ക് പതിവായി. ഇവിടെ ഏർപ്പെടുത്തിയ ബദൽ ഗതാഗത മാർഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മഴ കനത്തു പെയ്യുകയും വിദ്യാലയങ്ങൾ തുറക്കുകയും ചെയ്യുന്നതോടെ യാത്രാ ദുരിതം 10 മടങ്ങ് രൂക്ഷമാകും. നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തവരുടെയും ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുടെയും അലംഭാവം കാരണമാണ് നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതെന്നാണ് ആരോപണം. ഈ വലിയ ജനകീയ വിഷയത്തിൽ വ്യാപാരികളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കേവലം ഗതാഗത തടസ്സം എന്ന ഒരു ദുരന്തത്തിനപ്പുറം സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഈ ഒരു അനാസ്ഥ, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വഴിവെച്ചിട്ടുണ്ട്. കാരണം നിരവധി കടകളാണ് ഇവിടെ അടച്ചുപൂട്ടേണ്ടി വന്നത്. ജീവിതമാർഗം മുട്ടിയവർ നിരവധി. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലാണ് നമ്മൾ പോകുന്നത്. ലിജി ജീവന പ്രശ്നത്തിന് വേണ്ടി ഓപ്ഷൻ എന്ന റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ടു. 1.5 വർഷം മുമ്പ് ഇവിടെ ജോലി ആരംഭിക്കുന്നു. 3 മാസം കൊണ്ട് പണി തീരും എന്ന് പറയുന്നു. പക്ഷേ ലിജിയെപ്പോലുള്ള നിരവധി ആളുകളുടെ പരാതികൾക്കും പരിദേവനങ്ങൾക്കും കൂടി സാക്ഷ്യം വഹിക്കുകയാണ് ഈ ഭാഗം. ലിജി പറഞ്ഞോളൂ, എന്തൊക്കെയാണ് നിങ്ങളിവിടെ അനുഭവിക്കുന്നത്? ഞങ്ങളിവിടെ ഗതാഗതത്തിൻ്റെ ഈ കുരുക്ക് കാരണവും പിന്നെ ഇതിൻ്റെ ഈ അധികാരികളതുകൊണ്ടാണല്ലോ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഈ ജപ്പാൻ്റെ ഈ പൈപ്പിൻ്റെ അത് നീക്കി കഴിഞ്ഞാലേ ഉള്ളൂ ഇത് ഗതാഗതം ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞത്. 3 മാസത്തോളമായി ഞാൻ കടകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് ഇതാക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇതായിട്ട് വസ്ത്രങ്ങളല്ലേ നശിച്ചു പോകും. 3 മാസം കൊണ്ട് ശരിയാക്കും എന്ന് പറഞ്ഞ കാര്യം 1.5 വർഷം കൊണ്ട് പോലും ആയിട്ടില്ല. ഇനി 45 ദിവസം കൊണ്ട് ശരിയാവും എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 1.5 വർഷം കൊണ്ട് തീരില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം കൊണ്ട് പോലും ഇത് പൂർത്തിയാകാത്ത സ്റ്റേജിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന പണി ഇപ്പം ബ്ലോക്കായിരിക്കുകയാണ്. ഇപ്പം ഈ പ്രസൻ്റിൽ ഇവിടെ ആൾ വരുന്നില്ല. ഔട്ടറിൽ എവിടെയോ പണിയെടുക്കുന്നു. ഇതാരോട് സംസാരിക്കും? പക്ഷേ ജനങ്ങൾ ദുരിതത്തിലാണ്, നരകയാതന അനുഭവിക്കും. ആരോട് സംസാരിക്കാൻ പറ്റും? वो 5 मिनट का अंदर भी गाड़ी आएगा तो 1 घंटा लगेगा ये बेंगड़ी के जंक्शन में जाने का. बहुत मुश्किल है. बारिश आएगा तो बहुत मुश्किल है. कपड़ा पूरा ख़राब हो जाएगा. गाड़ी में आने का वो गाड़ी का सीट लग रहा है तो पूरा ख़राब होगा. कपड़ा है, क्या करेंगे? वो पूरा आवाज़ सफ़ा करेगा, ऐसा करेगा. आदमी को बोला तो साउंड नहीं मिला. वो कार का गिलास भी लगा दिया ना. आदमी को बोला भाई कैसे देखा? वो बोला क्या प्रॉब्लम है, मालूम नहीं है, रोड का प्रॉब्लम है, ऐसा बोलता है. 3 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞത് 1.5 വർഷമായി തീർന്നിട്ടില്ല. ഇപ്പോഴും തന്നെ പണിക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർ. അത് സർക്കാരിൻ്റെ അനാസ്ഥയാണോ ഇനി കോൺട്രാക്റ്റുകാരൻ്റെ അനാസ്ഥയാണോ എന്നറിയില്ല. ഞങ്ങളൊക്കെ ദുരിതത്തിൽ തന്നെയാണ്. അവിടെ പീടികൾ, ആ മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, അത് പൂട്ടി. പിന്നെ അപ്പുറം ചായപ്പീടി ഉണ്ടായിരുന്നു, അത് പൂട്ടി. എല്ലാം ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മണിക്കൂറുകളും ഇവിടെ ചിലപ്പോൾ സമയത്ത് ഇവിടെ കിടക്കേണ്ടി വരും. ചില സമയത്ത് എത്രയോ നേരം ഞാൻ തന്നെ നിന്നുണ്ട്. കുട്ടികളൊക്കെ ആയി പോകുന്നത്. ഇന്നലെ ഒരു ആംബുലൻസ് ഇതിലെ വന്നതാണ്, അതിലെ ബ്ലോക്കായിട്ട്.
അപ്പോൾ ആംബുലൻസ് ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇവിടുന്ന് കഴിച്ചിലായി പോയതാ. ആ കച്ചവടം ചെയ്യുന്നില്ല, അതാ കണ്ടില്ലേ, വെറുതെ പാക്കറ്റ് വെച്ച് ഒത്തിരിക്കുക. കേക്കൊന്നും നിൽക്കാൻ കഴിയില്ല, പാലുള്ളതിനെ കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുക. രാവിലെ കൃത്യമായിട്ട് പണിക്ക് പോകുന്ന സമയത്ത് ഒന്നും വിചാരിച്ച സമയത്തൊന്നും എവിടെ എത്തപ്പെടാത്തൊരു അവസ്ഥയല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇത് 25 ആവും 24 ആവും എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു പ്രതീക്ഷയില്ല. ഗതാഗതക്കുരുക്കിന് പുറമെ തർക്കങ്ങളും വിഷയങ്ങളും വാഗ്വാദങ്ങളും നിത്യസംഭവം. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഒരു കാഴ്ചയിലേക്ക്. മൂന്ന് മാസത്തേക്കെന്ന് പറഞ്ഞ് 1.5 വർഷമായി അടച്ചിട്ട വേങ്ങേരി ജംഗ്ഷനിൽ അപമാനം ഒഴിവാക്കുവാൻ ദേശീയപാത അധികൃതർ ഏർപ്പെടുത്തിയ താൽക്കാലിക ഗതാഗത സംവിധാനത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. തണ്ണീർപ്പന്തൽ. ഈ റോഡിൻ്റെ കാര്യം അതിവിചിത്രമാണ്. കാരണം മാളിക്കടവിൽ അവസാനിക്കുന്ന ഈ റോഡിൽ ഗതാഗതക്കുരുക്ക് ഒഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടി ദുരിതമാണ് ഈ ബൈപ്പാസ് റോഡിൽ താൽക്കാലിക സംവിധാനത്തിലും ആളുകൾ അനുഭവിക്കുന്നത്. പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ വലിയ ജനകീയ പ്രശ്നത്തിൽ അധികൃതർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് ജൂൺ 3 മുതൽ ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞു. മഴ കനക്കുകയും വിദ്യാലയങ്ങൾ തുറക്കുകയും ചെയ്യുന്നതോടെ ഈ പാതയിലെ ദുരിതം ഇനിയും ഇരട്ടിക്കും. ബാലുശ്ശേരി, നരിക്കുനി, ചെലപ്പുറം മുതലായ ഭാഗങ്ങളിൽ നിന്നും 130ഓളം ബസ്സുകളാണ് ഈ റൂട്ടിൽ ദുരിതയാത്ര തുടരുന്നത്. ജൂൺ മുതൽ ഇവിടെ അനിശ്ചിതകാലത്തേക്ക് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുവാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ വലിയ ജനകീയ പ്രശ്നത്തിൽ ഇനിയും അധികാര കേന്ദ്രങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഒരു വലിയ പ്രദേശത്തിൻ്റെ വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ രഞ്ജിത്ത് കോട്ടൂരിനൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ.